ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡ്രീം വേൾഡ്. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു വിശേഷമുണ്ട്. ഞങ്ങളുടെ ഏട്ടൻ്റെ മൂത്ത മകൻ ആദിദേവിൻ്റെ പിറന്നാളാണിന്ന്. അപ്പോൾ അവൻ്റെ ആറാമത്തെ പിറന്നാളാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് ജനിച്ച കുട്ടിയായത് കാരണം അവൻ്റെ എല്ലാ പിറന്നാളും ഞങ്ങൾ ചെറുതായിട്ടെങ്കിലും ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഇവൻ മാത്രമല്ല, വേറൊരു മോളും കൂടി ഉണ്ട്, അനിയൻ്റെ മോളാണ്. അപ്പോൾ അവരിപ്പോൾ വീട്ടിലില്ല, അവരവരെ വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു സേമിയ പായസം ഉണ്ടാക്കിയിട്ട് ഇവൻ്റെ പിറന്നാൾ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കുന്ന കാര്യം ഞാൻ തന്നെയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ചോറും കറിയൊക്കെ അമ്മയും ചേച്ചിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 3-4 ഏലക്ക മിക്സിയിലിട്ടിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് അതൊന്ന് പൊടിച്ചെടുത്തു. അതിന് മുമ്പ് ഞാൻ ഏലക്കയുടെ തോട് കളയാതെയിരുന്നു മിക്സിയിലിട്ടത് പൊടിച്ചെടുത്തത്. അപ്പോൾ അത് നേരെ പായസത്തിലോട്ടിട്ടപ്പോൾ പായസത്തിൽ അതിങ്ങനെ പൊന്തി കളിക്കുകയായിരുന്നു. അപ്പോൾ ഈ തിളച്ച പാലിലേക്ക് വറുക്കേണ്ട ആവശ്യം വന്നില്ലല്ലോ. നമ്മൾ സേമിയയ്ക്ക് അത് ഓൾറെഡി വറുത്തതായതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ടത് പായസത്തേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. സേമിയ പാല് കിടന്ന് തിളച്ച് നന്നായിട്ട് വെന്ത് പരിവായിട്ടുണ്ട്. ഇപ്പോഴേ ഒരു പായസത്തിൻ്റെ മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പായസം റെഡിയായി. അപ്പോഴേക്കും ആട്ടും കൂട്ടുന്ന വിളി തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യരെ പോലെ തന്നെയാണ് ഇവറ്റയുടെ അവസ്ഥ. നേരത്തിന് വെള്ളം ഭക്ഷണം എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ കരച്ചിൽ തുടങ്ങും. അപ്പോൾ ഞാൻ ഇവരെ കാര്യം കൂടെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് രാവിലെ നന്നായിട്ട് മഴ ഉണ്ടായിരുന്നു. അത് കാരണം ഇവർ രണ്ടുപേരും കൂട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങില്ലായിരുന്നു. അങ്ങനെ ഒപ്പം നിന്ന് വെള്ളം ഇളക്കി കുടിപ്പിച്ചു. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഭക്ഷണം കഴിക്കാനായിട്ട് ഏട്ടന്മാർ ഓരോരുത്തരായിട്ട് വരൽ തുടങ്ങിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുട്ടിപ്പട്ടാളങ്ങൾ നോക്കിയപ്പോൾ അവർ റൂമിൽ കയറി നല്ല പാട്ടും ഡാൻസൊക്കെ ആയിട്ട് കളിക്കുകയാണ് കേട്ടോ. അവർ 3 പേരും കൂടെ റൂമിൽ പാട്ടും കളിയായിട്ട് ആകെ താമർത്തുകയാണ്. അപ്പോഴേക്കും അമ്മ നാക്കിലൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് നിലവിളക്കിൽ എണ്ണ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് എല്ലാവർക്കും ഭക്ഷണം വിളമ്പിടും. അമ്മ ഇലയൊക്കെ ഇട്ട് എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി വെക്കുകയാണ്. ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ വീട്ടിലുള്ള കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടിത്താരമായ അനേദേവ് ആദിദേവിൻ്റെ താഴെയുള്ള കുട്ടിയാണ്. അവൻ്റെ ഓരോ കുസൃതി തരങ്ങൾ അവനും ഇറക്കുന്നുണ്ട്. തൊട്ടരികിൽ തന്നെ അവൻ്റെയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾ ഇവൻ്റെ ഓരോരോ വികൃതി തരങ്ങൾ കണ്ടിട്ട് അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൻ അതൊന്നും കേട്ടതായി ഭാവിക്കുന്നില്ല. അവസാനം ക്ഷമ കെട്ട് അവൻ്റെ തന്നെ ഭക്ഷണമൊക്കെ കുഴച്ച് അവൻ്റെ വായിൽ വെച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതും അവന് പറ്റുന്നില്ല. ആദ്യം ഉരുട്ടി കൊടുത്തപ്പോൾ അതേപോലെ അവളെ കൈക്കന്നെ തുപ്പി കൊടുക്കുകയാണ് ചെയ്തത്. എന്തൊക്കെ പറഞ്ഞിട്ടും എന്തൊക്കെ ചെയ്തിട്ടും അവൻ്റെ കലാപരിപാടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിരിക്കേണ്ട ഇടയിലാണ് പായസത്തിൻ്റെ ഓർമ്മ വന്നത്. ഇവർക്കാർക്കും പായസം കൊടുത്തില്ല, ഭക്ഷണം കഴിക്കില്ല എന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാൻ വേഗം പോയി ഒരു ഗ്ലാസ് പായസം എടുത്തിരുന്നു. അതും കുടിച്ച് അങ്ങനെ കോലായിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.